ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശംഖുപുഷ്പം വെച്ചിട്ട് ഞാനൊരു നൈറ്റ് ജെൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കയ്യിലാണ് കേട്ടോ ഫോൺ പിടിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് അതിങ്ങനെ പിടിച്ച് ആട്ടുന്നത്. സോ അത് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. അപ്പോൾ ശംഖുപുഷ്പം വെച്ചിട്ട് ഞാനും നൈറ്റ് ജെൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു 1 വീക്ക് യൂസ് ചെയ്തിട്ട് ഞാനത് എങ്ങനെ ഉണ്ടെന്നുള്ളതിൻ്റെ റിവ്യൂ തരാം എന്നുള്ളത്. കുറേ നാളായി, ഞാനിപ്പോൾ അത് ഒരു 1 വീക്ക് കഴിഞ്ഞു അങ്ങനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ തവണ ഞാനത് ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ അതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അമ്മയ്ക്കും ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അമ്മയുടെ വന്നിട്ടൊരു ഡ്രൈ സ്കിൻ പോലത്തെ ഒരു സ്കിന്നാണ്. എക്സ്ട്രീം ഡ്രൈ അല്ല, ഒരു കോമ്പിനേഷൻ പോലത്തെ ഒരു സ്കിന്നാണ്. എൻ്റെ വന്നിട്ടൊരു നോർമൽ സ്കിന്നാണ്. അപ്പോൾ 2 പേരുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ ഒരു ക്രീമി ടെക്സ്ചർ, ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ജെൽ ഫോമാറ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന അലോവേറ ജെല്ലും അതുപോലെ തന്നെ കോൺഫ്ലവർ പൊടിയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ഇത് ഇട്ടുമ്പോഴത്തേക്കിന് മുഖത്തിട്ട് ഒരു ശകലം നേരം കഴിയുമ്പോൾ നമ്മൾ ഈ ചെളി ഇങ്ങനെ ഒന്ന് മുഖം ഒന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെളിയൊക്കെ ഉരുണ്ട് വരത്തില്ലേ, നമ്മൾ ഇങ്ങനെ സ്കിന്നിൽ എന്തെങ്കിലും ഇരിക്കുമ്പോൾ ഒരു ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരത്തില്ലേ, അതുപോലെ മാവൊക്കെ ആണെങ്കിലും അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഈ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും വരും. നമ്മുടെ ഫേസ് നമ്മളിപ്പോൾ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് കാണിക്കുവാണെങ്കിൽ ഒന്ന് റബ്ബ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരും. അത് ആ കോൺഫ്ലവറിൻ്റെ ഒരു എഫക്റ്റാണ് അങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുകയും ചെയ്യും. ഇപ്പം നമുക്ക് ഇന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴത്തേനും നമുക്ക് സ്കിന്നിന് നല്ലൊരു ഗ്ലോ വരും ഫേസിൽ. പക്ഷേ നമ്മുടെ സ്കിൻ വന്നിട്ട് ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഒരെണ്ണം ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2 ഇട്ടാലും കുഴപ്പമില്ല. കാരണം ആ രീതിക്ക് ഡ്രൈ ആക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. കാരണം ഒന്നാമതൊരു പൗഡർ സാധനമാണല്ലോ അത്. നമ്മുടെ ഈ കോൺഫ്ലവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ഫുൾ വെള്ളത്തിനെ അതങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഫേസ് അങ്ങ് എക്സ്ട്രീം ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ വന്നിട്ട് നോർമൽ സ്കിന്നായിരുന്നു, എന്നിട്ട് പോലും എനിക്കൊരു ചെറിയ വലിച്ചിൽ ഇങ്ങനെ മുഖമൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ഷീറ്റ് മാസ്ക് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വലിച്ചിൽ വരത്തില്ല, അങ്ങനത്തെ ഒരു എഫക്റ്റ് വരും കേട്ടോ. അല്ലാണ്ട് എനിക്കത് വേറെ ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസോ അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ നല്ല റിസൾട്ടും കിട്ടും. ഒരു നോർമൽ സ്കിന്നാണ്, നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട, സാധനം ഭയങ്കര യൂസ് ആയിരിക്കും. എന്തോ ഒരു സാധനം എന്തുവാണോ എന്തോ ആക്രി വണ്ടി എന്തോ പോകുന്നു, ഞാനാണെങ്കിൽ മൈക്കും എടുത്തില്ല. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ഞാൻ കൈ കഴിച്ചു, ഇവിടെ വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ ഇയുടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വൈറ്റമിൻ ഇ എന്ന് പറയുന്ന സാധനം ഞാൻ പണ്ടെപ്പോഴോ ഇങ്ങനെ എനിക്ക് യൂസ് ചെയ്ത സമയത്ത് എനിക്കിങ്ങനെ ബ്രേക്ക് പോലെ എന്തോ സംഭവം വന്നായിരുന്നു. എന്തോ ബ്രേക്ക് ആണോ അലർജി ആണോ ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ അതുകൊണ്ട് എനിക്ക് വൈറ്റമിൻ ഇ ഞാൻ പൊതുവേ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ആളല്ല. ഞാൻ ഒന്നിനും തന്നെ വൈറ്റമിൻ ഇ ഞാൻ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ അതിനകത്തും വൈറ്റമിൻ ഇ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ വീഡിയോ ഞാൻ എങ്ങനെ ചെയ്തതെന്നുള്ളതിൻ്റെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ നിങ്ങളത് എടുത്ത്, ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് കാണുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്ന ഫ്ലവർ ശരിക്കും അത് ഭയങ്കര ബെനിഫിറ്റാണ് കേട്ടോ. ശരിക്കും ആ ഒരു കോൺഫ്ലവർ അതിനകത്ത് ഇടാണ്ട് നമുക്കിതൊരു ക്രീമായിട്ട് യൂസ് ചെയ്യാം. അലോവേറ ജെല്ലും ആ വെള്ളം നല്ല കുറുക്കിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണെന്ന് തോന്നുന്നു, കോൺഫ്ലവർ ഒഴിവാക്കുവാണെങ്കിൽ. പക്ഷേ കോൺഫ്ലവർ ഒഴിവാക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ ഒരു ടെക്സ്ചറിൽ അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാവ് നമ്മൾ ഫേസിൽ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം, ആ ജലാംശം അങ്ങ് പോയി കഴിയുമ്പോൾ അതങ്ങ് ഡ്രൈ ആക്കത്തില്ല. അങ്ങനെ ആ ഒരു ഒരു സാധനം വരും നമുക്ക് ഫേസിൽ. അമ്മയ്ക്കും ഭയങ്കര ഡ്രൈ ആക്കി. അമ്മയുടെ ഓൾറെഡി ഡ്രൈ സ്കിന്നായിരുന്നു. അപ്പോൾ അമ്മയ്ക്കത് ഭയങ്കര ഡ്രൈ ആക്കി. അമ്മയ്ക്ക് അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അത്. അപ്പോൾ ഇത് ഞാൻ പറയണം എന്ന് കുറേ ദിവസമായിട്ട് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് ഒന്നും അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നത് നടക്കുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ഓക്കെ ഇപ്പോൾ ഞാൻ ഇരിക്കുവാണെങ്കിൽ എനിക്കൊരു 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇതെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ശ്രദ്ധിക്കാണ്ട്, കമ്മൽ പോലും ഇല്ലാണ്ട് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഇത് ഞാൻ നിങ്ങളോട് കൊടുത്തി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. പുറത്തെടുത്ത് വെച്ചാൽ അത് കംപ്ലൈൻ്റ് ആയി പോകും. പിന്നെ എന്താ പറയുന്നത്, ഒരാഴ്ചത്തേക്കിന് ഞാൻ ഉണ്ടാക്കിയ അത്രയും എമൗണ്ടൊന്നും വേണ്ട. അത് ശരിക്കും പറഞ്ഞാൽ 1 മാസം തേച്ചാലും തീരത്തില്ല, അത്രയും ഉണ്ട്. അത് വളരെ കുറച്ച് മതി കേട്ടോ. വളരെ കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച് മതി. ഞാൻ എടുത്തത്രയും വെള്ളം ആഡ് ചെയ്യേണ്ട. എന്താ പറയുന്നത്, വളരെ ഏറ്റവും കുറച്ച് വെള്ളത്തിൽ ആ പൂക്കളിട്ട് നല്ല രീതിക്ക് സെറ്റാക്കി അതിൻ്റെ കംപ്ലീറ്റ് ആ കളറും അതിൻ്റെ ഗുണങ്ങളും ആ വെള്ളത്തിലോട്ട് ഇറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വെള്ളം വെച്ച് കുറേ നേരം തിളപ്പിച്ചാലും അതിൻ്റെ സത്തെല്ലാം അതിനകത്ത് ഇറങ്ങും.
അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അല്ലെങ്കിൽ മറ്റേ നമ്മൾ റോസ് വാട്ടറൊക്കെ ഉണ്ടാക്കുന്ന രീതിയില്ലേ, ഡബിൾ ഫിൽറ്ററോ അങ്ങനെ എന്തോ ഒരു പേരുണ്ടല്ലോ അതിൻ്റെ, അതായത് വെള്ളം ഐസ് വെച്ചിട്ട് അതിൻ്റെ സത്തെല്ലാം അതിനകത്ത് ഇറക്കുന്ന റോസ് വാട്ടർ എടുക്കുന്ന പോലെ, അങ്ങനെ ചെയ്താലും കുറച്ചും കൂടി ഡബിൾ ബോയിലിംഗ് സിസ്റ്റം ആണോ അത്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അറിയാവുന്നവരൊന്നും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ചെയ്താലും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട്, അതായത് ശംഖുപുഷ്പം എന്ന് പറഞ്ഞ സംഗതി ശരിക്കും ഭയങ്കര നല്ലതാണ് കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്താലും എങ്ങനെ യൂസ് ചെയ്താലും നമുക്കത് സ്കിന്നിന് ഭയങ്കര ബെറ്റർ ഒരു ചേഞ്ച് കൊണ്ടുവരും ഇൻസ്റ്റൻ്റായിട്ട്. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ നമ്മൾ കെയർ ചെയ്യുക, സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക, സൺസ്ക്രീൻ എപ്പോഴും യൂസ് ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആവും. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഞാൻ ടാഗിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.